+1 ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സെക്ഷനാണ്. ഡെറിവേറ്റീവ് എന്ന് പറയുന്ന സെക്ഷനിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഡെറിവേറ്റീവ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കാര്യം എന്താണ്. ഒരു ഫോർമുലയാണ് അവിടെ നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടത്. ആ ഫോർമുലയാണ് നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ കാണുന്നതും. f dash x equal to limit h tends to 0 f of x plus h minus f of x all divided by h. ഈ ഒരു ലിമിറ്റിൻ്റെ വാല്യൂ എന്താണോ കിട്ടുന്നത് അതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അത് ചിലപ്പോൾ ഫംഗ്ഷൻ ആയിരിക്കാം കിട്ടുന്നുണ്ടാവുക, ചിലപ്പോൾ നമുക്കൊരു നമ്പർ ആയിരിക്കാം നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. എന്തായാലും ഈ ഒരു ലിമിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണോ ആൻസർ കിട്ടുന്നത് അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞ ആശയമായിട്ട് എടുക്കുന്നത്. തൊട്ട് താഴെ മറ്റൊരു കാര്യം കൂടിയും പ്രത്യേകം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നോക്കുക നിങ്ങൾ. ഡെറിവേറ്റീവ് ഓഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ്, അതായത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ അതിനെ എന്ത് ചെയ്യാം, റെപ്രസെൻ്റ് ചെയ്യാം. ആ കാര്യങ്ങളാണ് തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്നത്. എഫ് ഡാഷ് എക്സ് ഡി ഓഫ് എഫ് ഓഫ് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് എക്സെട്ര. ഇത് മാത്രമല്ല ഇനിയും പല രീതിയിൽ നമുക്കതിനെ എന്ത് ചെയ്യാം, നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണയായിട്ട് നൊട്ടേഷൻ കാണുന്നത് എഫ് ഡാഷ് എക്സ് കാണാം, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആശയം കാണാം, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ ആശയം കാണാം. ഈ ഡി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞ മീനിങ് ആണ്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേ ആശയം തന്നെയാണ് വരിക. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞ ആശയം നമുക്ക് വിചാരിക്കാം. ഇനി നമ്മൾക്ക് ഈ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസുകളാണ് നമ്മൾ ആദ്യം വർക്ക് ചെയ്യുന്നത്. എല്ലാ പ്രോബ്ലംസുകളും 2010 മുതൽ 2020 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഒന്നാമത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. ഇതിനെ ഫസ്റ്റ് പ്രിൻസിപ്പിളിലൂടെ അതിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം. ഏത് ഫസ്റ്റ് പ്രിൻസിപ്പിളിലൂടെയുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും ആദ്യം നമ്മുടെ ഡെഫിനിഷനിൽ പറഞ്ഞ ഫോർമുലയാണ് എഴുതേണ്ടത്. അപ്പോൾ ഏതാണ് ഫോർമുല വരുന്നത്? എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കാര്യം 2x ആണ് തന്നിരിക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. എഫ് ഓഫ് എക്സ് ആണ് വരുന്നതെങ്കിൽ 2x ആണ്. അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞ കാര്യം എഴുതുക. എന്താണ് വരിക? 2 ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. ഈ ഒരു കാര്യം നമ്മൾ ഇവിടേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാണ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് പകരം 2 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ കണ്ടീഷനാണ് 2x എന്ന് പറഞ്ഞ കാര്യം അറിയാം, ഓൾ ഡിവൈഡഡ് ബൈ എച്ച്, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. 2 ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സ് 2x വരും, പ്ലസ് 2 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 2h വരും, മൈനസ് 2x ഡിവൈഡഡ് ബൈ എച്ച്. പ്ലസ് 2xും മൈനസ് 2xും ക്യാൻസൽ ചെയ്ത് പോകുന്നു. ലിമിറ്റ് h ടെൻസ് ടു 0 2h ബൈ എച്ച്. എച്ചും എച്ചും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി നിൽക്കുന്നത് എന്താണ്? ലിമിറ്റ് h ടെൻസ് ടു 0 2. എക്സിന്റെ വാല്യൂ ആണ് 0ലേക്ക് ടെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 2 എന്ന് പറയുന്ന കാര്യത്തിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ്, കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ ആൻസർ എന്താണ് വരിക? 2. രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിളിലൂടെ കണ്ടുപിടിക്കുക. കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ ആദ്യം ഡെഫിനിഷൻ എഴുതുക. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുന്നത് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ കാര്യമാണ്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞു y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്.
എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ കാര്യമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. നമുക്കിനി എഴുതേണ്ടത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആണ്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന്റെ സ്ഥാനത്തേക്ക് എഴുതുക. എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് സ്ക്വയർ പ്ലസ് 2xh പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച്. അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ തന്നെ പ്ലസ് എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്തു പോകും. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഈ ടേമിൽ എച്ച് എന്ന് പറയുന്ന കാര്യമുണ്ട്, ഇവിടെയും എച്ച് എന്ന് പറയുന്ന കാര്യമുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എടുക്കാം. എച്ച് ഇൻറ്റു ഇവിടെ ബാലൻസ് വരുന്നത് 2x ആണ്, പ്ലസ് 2 എച്ചുകൾ ഉണ്ട് അവിടെ, അതിലൊരു എച്ച് പുറത്ത് പോയിട്ടുള്ളൂ, അപ്പോൾ ബാക്കി ഒരു എച്ച് വരും, ഡിവൈഡഡ് ബൈ എച്ച്. ഈ എച്ചും മുകളിലുള്ള എച്ചും തമ്മിൽ എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി നേരിട്ടിട്ട് നിങ്ങൾ എച്ചിന് 0 എന്ന് പറഞ്ഞ വാല്യൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതായത് നമുക്ക് കിട്ടുന്നത് എന്താണ്? 2x പ്ലസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 2x. അടുത്ത ചോദ്യത്തിൽ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് y ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആശയം ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ഫോർമുല എഴുതുകയാണ്. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇവിടെ എങ്ങനെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് റൂട്ട് എക്സ് എന്ന് പറഞ്ഞ ആശയമാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് റൂട്ട് എക്സ് പ്ലസ് എച്ച് ആയിരിക്കും. ഈ ഒരു കാര്യം നമ്മൾ നേരെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന്റെ സ്ഥാനത്തേക്ക് കൊടുക്കുകയാണ്. റൂട്ട് എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയറക്റ്റ് നമ്മൾ എച്ചിന് 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 0/0 ഫോമാണ്. കാരണം ഇത് റൂട്ട് എക്സ് ആവും, മൈനസ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആവും, താഴത്തതും എന്താണ് വരിക? 0 ആണ് വരിക. അത് ഇൻഡിറ്റർമിനറ്റ് ഫോമാണ്. ഇൻഡിറ്റർമിനറ്റ് ഫോം ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? രണ്ടിലും കോമൺ ആയി വരുന്നതുണ്ടെങ്കിൽ എടുത്ത് ക്യാൻസൽ ചെയ്യുക. അങ്ങനെ ഒരു കാര്യമൊന്നും ഒറ്റ നോട്ടത്തിലൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ന്യൂമറേറ്ററിലെയോ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിലെയോ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുക. എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് എന്താ? പോസിറ്റീവ് എന്ന് പറഞ്ഞ കാര്യമാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും അങ്ങനെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? വാല്യൂ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 റൂട്ട് എക്സ് പ്ലസ് എച്ച് മൈനസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. ഫലത്തിൽ ഈ രണ്ട് ടേമുകൾ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ മുകളിലത്തെ ടേമിലേക്ക് തന്നെ വരും, അതായത് അത് ഈക്വലൈസ് ചെയ്ത് നിൽക്കും. ഇനി മുകളിലുള്ള ആ രണ്ട് ടേമുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന കാര്യം ശരിക്കും ഏത് ഫോമിലാണ്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 റൂട്ട് എക്സ് പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ആശയമാണ് എഴുതിയത്. എന്റെ പ്ലേസിൽ എന്താണ്? റൂട്ട് എക്സ് പ്ലസ് എച്ച്. ബി എന്ന് പറയുന്നതിന്റെ പ്ലേസിൽ റൂട്ട് എക്സ് ആണ്. അപ്പം നമ്മൾ അത് അവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആവും. അതായത് ഇതിന്റെ ആൻസർ എന്താ വരിക? എക്സ് പ്ലസ് എച്ച് ആണ് വരിക. ഇതിന്റെ ആൻസർ എന്താ വരിക? എക്സ് എന്ന് പറഞ്ഞ ആശയമാണ് വരിക. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് എച്ച് പ്ലസ് റൂട്ട് എക്സ്. എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു പോകുന്നു.
ബാക്കി മുകളിലുള്ളത് എച്ച് ആണ്. താഴെയും അതേപോലെ എന്തുണ്ട്, എച്ച് എന്ന് പറഞ്ഞ ആശയം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും ക്യാൻസൽ ചെയ്തതിന് ശേഷം എച്ചും നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് ആയിട്ട് എച്ച് കാണുന്ന സ്ഥാനത്ത് 0 അപ്ലൈ ചെയ്യാം. എച്ചിന് 0 അപ്ലൈ ചെയ്യുമ്പോൾ ഇത് 0 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്ത് വരും, √x പ്ലസ് √x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2√x വരും. മുകളിലാണെങ്കിൽ 1 എന്ന് പറഞ്ഞ ആശയം നിലനിൽക്കും. അപ്പോൾ ആൻസർ എന്താ വരിക, 1/2√x. അടുത്ത ചോദ്യത്തിൽ നമ്മൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 1/x എന്ന് പറയുന്നതിന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിളിലൂടെ കണ്ടുപിടിക്കുക. f'(x) ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 f(x plus h minus f(x) divided by h. ഇവിടെ f(x) എന്ന് പറഞ്ഞ ആശയം നമുക്ക് തന്നിരിക്കുന്നത് 1/x ആണ്. അപ്പോൾ f(x plus h) എന്ന് പറയുന്നത് 1/x plus h, which is equal to limit h tends to 0 f(x plus h) ന് പകരം 1/x plus h minus 1/x divided by h. ഇവിടെ ഒന്ന് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 x മൈനസ് x പ്ലസ് h ഡിവൈഡഡ് ബൈ x പ്ലസ് h ഇൻറ്റു x ഓൾ ഡിവൈഡഡ് ബൈ h. ഇതിലെ ഈ ഡിവിഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന ഡിവിഷൻ എന്ന് പറഞ്ഞ ആശയം വരുന്നത്. മറ്റേത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ടേമുകളുടെ കാര്യമാണ്. ആ ബ്രാക്കറ്റിംഗ് കേസ് നടന്നത് ഓപ്പൺ ചെയ്യുക. ലിമിറ്റ് h ടെൻസ് ടു 0 x മൈനസ് x മൈനസ് h ഡിവൈഡഡ് ബൈ x പ്ലസ് h ഇൻറ്റു x ഇൻറ്റു 1/h. h കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് പകരം നമുക്ക് എന്ത് എഴുതാം, 1/h കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയാം. ഇതിൽ പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്ത് പോയി. മുകളിൽ ഇനി ആകുള്ളത് മൈനസ് h ആണ്, താഴെ ഒരു h ഉണ്ട്. ഈ h ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ മുകളിൽ നിൽക്കുന്നത് -1 ആണ് മുകളിലുള്ളത്. താഴെ x പ്ലസ് h ഉണ്ട്, x ഉണ്ട്. നേരിട്ടിട്ട് നിങ്ങൾ h-ന് 0 അപ്ലൈ ചെയ്യാം. h-ന് 0 അപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ -1 ഉണ്ടാവും, താഴെ h 0 ആയി പോയി കഴിഞ്ഞാൽ ഇത് x ആണ് വരിക. x ഇൻറ്റു x എന്ന് പറഞ്ഞാൽ എന്ത് പറയാം, നമുക്ക് x² എന്ന് പറഞ്ഞ കാര്യം പറയാം. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് y = sin x എന്ന് പറയുന്നതിന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിളിലൂടെ എന്തായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. f'(x) ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 f(x plus h minus f(x) divided by h. നമ്മൾ എഴുതിയിരിക്കുന്ന ഡെഫിനിഷൻ ആണ്. നമുക്ക് f(x) എന്ന് പറഞ്ഞ കാര്യം തന്നിരിക്കുന്നത് എന്താണ്, sin x എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ f(x plus h) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x plus h, which is equal to limit h tends to 0 sin x plus h minus sin x divided by h. ഇവിടെ മുകളിൽ കിടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഫോർമുല ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ഫോർമുല ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഫോർമുലയാണ് നെക്സ്റ്റ് നമ്മൾ ബോർഡിൽ എഴുതുന്നത്. ഏതാണ് ഫോർമുല വരുന്നത്, sin x മൈനസ് sin y ഈക്വൽ ടു 2 cos x plus y by 2 sin x minus y by 2. ഇത് എക്സും വൈയും നിലനിൽക്കുമ്പോഴുള്ള ഫോർമുലയാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ശരിക്കും എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, എക്സ് പ്ലസ് എച്ച് ആണ്. വൈ എന്ന് പറഞ്ഞ പൊസിഷനിൽ എന്താണ്, എക്സ് എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതേ ഫോർമുല തന്നെ നമ്മൾ ആലോചിക്കുക. ആ ഫോർമുലയിൽ എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് കൊടുക്കുക, വൈക്ക് പകരം എക്സ് കൊടുക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 2 cos x plus h plus x divided by 2 sin x plus h minus x divided by 2 all divided by h. ഇവിടെ നമുക്ക് പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്യാം. 2 എന്ന് പറയുന്ന കാര്യം കോൺസ്റ്റന്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഔട്ട്സൈഡ് നിർത്താം. ഔട്ട്സൈഡ് നിർത്തുമ്പോൾ 2 ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 കോസ്, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x വരും. 2x പ്ലസ് h ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ് എഴുതാം. സൈൻ h ബൈ 2
ഡിവൈഡഡ് ബൈ എച്ച്. ഇന്ന് വേണ്ട നമുക്ക് ഇതിൻ്റെ ലിമിറ്റിൻ്റെ ഇവാലുവേഷൻ ആണ്. നമുക്കറിയാം ലിമിറ്റ് എന്ന് പറയുന്ന കാര്യം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. കാരണം ആൾജിബ്ര ഓഫ് ലിമിറ്റ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഈ ലിമിറ്റ് എന്ന് പറയുന്നതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, ഇൻഡിറ്റർമിനറ്റ് ഫോമിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ലിമിറ്റുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഏതാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഇങ്ങനെ ഒരു ജനറൽ റിസൾട്ട് നമുക്കറിയാം. നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ലിമിറ്റുകൾ കാണുമ്പോഴൊക്കെ പരമാവധി ഇതിലേക്ക് കണക്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. ഇതേ ആശയത്തിലേക്ക് നമുക്ക് ഇവിടെയും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ചെറിയ ഒരു ആശയം നമുക്കിവിടെ കൂടുതൽ ചെയ്യാനുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, സൈനിൻ്റെ ആംഗിളാണ് എക്സ് വരുന്നത്. ആ എക്സിനെ എക്സ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം, ആ എക്സ് 0ലേക്ക് ടെൻഡ് ചെയ്യണം. അപ്പോൾ ജനറൽ റിസൾട്ടാണ് അത് 1 ആണ്. അതേപോലെ ഇവിടെ ഒരു കാര്യമുണ്ട്, എന്താണ്, സൈൻ h/2 എന്ന് പറയുന്ന കാര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ശരിക്ക് h/2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ഞാൻ /2 എന്ന് പറഞ്ഞ കാര്യം കൊടുക്കുകയാണ്. ഇത് നമ്മളായിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാണ്, 2 മൾട്ടിപ്ലൈ ആണ്. ഈ 2 ശരിക്ക് ഡിവിഷൻ്റെ താഴെയാണ്, ഈ 2 മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2ഉം പുറത്ത് നിൽക്കുന്ന 2ഉം തമ്മിൽ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് h ടെൻസ് ടു 0 കോസ് 2x പ്ലസ് h ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ h/2 ബൈ h/2. ഇത് ജനറൽ റിസൾട്ടാണ്. h 0ലേക്കാണെങ്കിൽ h/2 എവിടേക്കാണ് പോവുക, 0ലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ ഇത് ജനറൽ റിസൾട്ട് പ്രകാരം 1 ആണെന്ന് പറയാം. ഇവിടെ h എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 0 അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് 0 അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന കാര്യം എന്താണ്, വിച്ച് ഇസ് ഈക്വൽ ടു കോസ് 2x ബൈ 2. 2x പ്ലസ് 0 2x വരും, 2x/2. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് എക്സ്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്ന ആശയത്തിന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിളിലൂടെ കണ്ടെത്തി. എത്രയാണ് ആൻസർ വരിക, കോസ് എക്സ് എന്ന് പറഞ്ഞ ആശയമാണ് കിട്ടുന്നത്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. തൊട്ട് മുന്നേ പറഞ്ഞ അതേപോലെ ഉള്ള ഒരു ചോദ്യമാണ്. ഈ 2 ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, y ഈക്വൽ ടു കോസ് എക്സ് എന്ന് പറയുന്നതിനെ ഫസ്റ്റ് പ്രിൻസിപ്പിളിലൂടെ ഡെറിവേറ്റ് ചെയ്യുക. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് കോസ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് കോസ് എക്സ് പ്ലസ് എച്ച് ആയിരിക്കും. which is equal to limit h tends to 0 cos x plus h minus cos x divided by h. ഇതും ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഒരു ഫോർമുലയുമായി ബന്ധമുണ്ട്. ആ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, കോസ് എക്സ് മൈനസ് കോസ് വൈ ഈക്വൽ ടു -2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഇതാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ഫോർമുല. ഇതേ ഫോർമുല നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. എക്സിന് പകരം എക്സ് പ്ലസ് എച്ച് എഴുതുന്നു, വൈ എന്നതിന് പകരം എക്സ് എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുന്നു. which is equal to limit h tends to 0 -2 sin x plus h plus x divided by 2 sin x plus h minus x divided by 2 all divided by h, which is equal to limit h tends to 0 -2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ 2x പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2. എക്സ് പ്ലസ് എക്സ് 2x ആക്കി. ഇത്ര മാത്രമാണ് അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, കൂടുതൽ ചെയ്തിട്ടുള്ളൂ. ഇവിടെ പ്ലസ് എക്സും മൈനസ് എക്സും നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി വരുന്നത് എന്താണ്, സൈൻ എച്ച് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ എച്ച്. ഇവിടെയും നമ്മൾ മുൻപേ ചെയ്ത പോലെ ഒരു കാര്യം ആലോചിക്കുക. ഇവിടേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് എച്ചിന് 0 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ കാര്യം നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതെന്താണ്, ഇൻഡിറ്റർമിനന്റ് ഫോമിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ
സൈൻ എച്ച് ബൈ ടു എന്ന് പറയുന്നതിൻ്റെ താഴെ എന്ത് വരണം? എച്ച് ബൈ ടു വരണം. ഇവിടെ എന്താ ഉള്ളത്? എച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ബൈ ടു അപ്ലൈ ചെയ്യാം. ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 2 മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 2ഉം മുകളിൽ കിടക്കുന്ന ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി നിൽക്കുന്ന കാര്യത്തിലേക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ആലോചിക്കുക. ഓൾജിബ്ര ഓഫ് ലിമിറ്റ് പ്രകാരം അങ്ങനെ എഴുതിയാൽ എന്താണ് കിട്ടുന്നത്? നമുക്ക് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് സൈൻ 2x പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ബൈ എച്ച് ബൈ 2. ഇത് ജനറൽ റിസൾട്ട് ആണ്. അത് 1 ആണെന്ന് നമുക്കറിയാം. ഈ പറയുന്നതിൽ എച്ചിന് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 0 വരും. അതായത് ഇത് എന്തായിട്ട് മാറും? മൈനസ് സൈൻ 2x ബൈ 2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി എന്തുണ്ടായിരിക്കും? മൈനസ് സൈൻ എക്സ്. അതായത് കോസ് എക്സ് എന്ന് പറയുന്നതിനെ ഫസ്റ്റ് പ്രിൻസിപ്പിളിലൂടെ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടുന്നു? മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞ ആൻസർ കിട്ടുന്നു. അടുത്ത ചോദ്യം നമ്മുടെ പറഞ്ഞിരിക്കുന്നത് ടാൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിളിലൂടെ തെളിയിക്കുക. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഡെഫിനിഷൻ നമ്മൾ എഴുതി വെച്ചു. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ടാൻ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് tan x plus h which is equal to limit h tends to 0 tan x plus h minus tan x all divided by h. മുൻപേ നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഫോർമുല അപ്ലൈ ചെയ്ത പോലെ അതേ ഒരു രീതിയിൽ നമുക്ക് എന്തില്ല? ടാൻ എക്സ് മൈനസ് ടാൻ വൈ എന്ന് പറഞ്ഞൊരു ഫോർമുല ഒന്നില്ല. അതുകൊണ്ട് അങ്ങനെയല്ല നമ്മളത് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന റിസൾട്ട് ഉണ്ട്. എന്താണ് അറിയാവുന്നത്? ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ടാൻ എക്സ് പ്ലസ് എച്ചിനെയും ടാൻ എക്സിനെയും നമ്മളൊന്ന് മാറ്റി എഴുതുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് sin x by cos x all divided by h which is equal to limit h tends to 0. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin x plus h into cos x മൈനസ് cos x plus h into sin x all divided by cos x plus h into cos x divided by h. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് sin x plus h cos x മൈനസ് cos x plus h sin x എന്ന് പറയുന്നത് ഒരു ഫോർമുലയുമായി റിലേറ്റഡ് ആണ്. ആ ഫോർമുല ഏതാന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നതിന് ഞാനൊരു ക്യാപിറ്റൽ എക്സ് കൊടുക്കുകയാണ്, എക്സിനെ ഒരു ക്യാപിറ്റൽ വൈ ആയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്താ സംഭവിക്കുക? എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ എക്സ് ആയിരിക്കും, എക്സ് എന്ന് പറയുന്നത് വൈ ആയിരിക്കും. ഇപ്പോൾ അത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഇത് ഏത് ഫോർമുലയുടെ എക്സ്പാൻഡഡ് ഫോമാണ് വരിക? സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ മൈനസ് cos x sin y. sin x മൈനസ് വൈയുടെ എക്സ്പാൻഡഡ് ഫോമാണ് ഇപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത്. അതേപോലെയാണ് ഇത് വന്നിരിക്കുന്നത്. sin x cos y മൈനസ് cos x sin y. അപ്പോൾ ഈ ഒരു ടേം കിട്ടിയത് കൊണ്ട് ഇതിന് പകരം നമുക്ക് എന്താ എഴുതാം? sin x മൈനസ് വൈ എന്ന് പറഞ്ഞ കാര്യം എഴുതാം. അതേപോലെ നമുക്ക് ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യാം? വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് എച്ച് മൈനസ് ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്. അപ്പോൾ ഇത്രയും ടേമിനെ ഫോർമുല പ്രകാരം സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആശയം കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ കോസ് എക്സ് പ്ലസ് എച്ച്
ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം 1/h കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിലെ പ്ലസ് എക്സും മൈനസ് എക്സും നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി ബാക്കി നിൽക്കുന്ന ടേമുകളിലേക്ക് ഞാൻ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ജനറൽ റിസൾട്ടിലേക്ക് കണക്ഷൻ വരുന്ന ഒരാശയം അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് കണക്ട് ചെയ്യുക. എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 cos x plus h into cos x into limit h tends to 0 sin h by h. അപ്പോൾ നമുക്ക് രണ്ടാമത് എഴുതിയ ലിമിറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ജനറൽ റിസൾട്ട് പ്രകാരം എത്രയാണ്? 1 ആണ് വരുന്നത്. അപ്പോൾ ഈ ലിമിറ്റ് 1 ആയിരിക്കും. ഇവിടെ എച്ചിന് നേരിട്ടിട്ട് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കാര്യം എന്താണ്? 1 ഇവിടെ കോസ് എക്സ് വരും, ഇവിടെ കോസ് എക്സ് വരും. അതായത് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് താഴെ ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറയാം? വിച്ച് ഇസ് ഈക്വൽ ടു 1 കോസ് സ്ക്വയർ എക്സ്. ഈ 1 കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? സീക്ക് സ്ക്വയർ എക്സ്. കോസ് എക്സിന്റെ റെസിപ്രോക്കലാണ് എന്ത് വരിക? സീക്ക് എക്സ് എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. അപ്പോൾ 1 കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ കാര്യത്തെ നമുക്ക് എന്ത് എഴുതാം? സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയാം. അതായത് ടാൻ എക്സ് എന്ന് പറയുന്നതിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ആയിരിക്കും. ഇങ്ങനെ 7 ക്വസ്റ്റ്യൻസുകളാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഡെറിവേറ്റീവ് ചെയ്യാൻ ഇതുവരെ നമുക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എടുക്കുക, നല്ലതുപോലെ ചെയ്ത് പഠിക്കുക. ഡൗട്ട്സുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി എടുത്തുകൊണ്ട് അത് പഠിക്കുക. അതിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഫോർമുലാസുകൾ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. മറ്റു ചോദ്യങ്ങൾ വ്യത്യസ്തമായ ചോദ്യങ്ങൾ അവർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറും അതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ആശയം ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ അതിന് വെയിറ്റേജ് കൂടുതലാണ്. മറ്റേതിന് 2 മാർക്കാണ് സ്കോർ പറയുന്നതെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ എത്രയായിരിക്കും? 3 മാർക്സ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത് പറയുന്നത് ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവുമായി ബന്ധപ്പെട്ട് 2 റൂളുകളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിളിലൂടെ തെളിയിച്ചു കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോർമുല പോലെ നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഫോർമുല പോലെ ഓർമ്മയിൽ വെക്കേണ്ട കാര്യങ്ങളും ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ആൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നതിൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. 2 ഫംഗ്ഷൻ ആഡ് ചെയ്ത് ഡെറിവേറ്റീവ് കാണുന്നതിന് പകരം ഡെറിവേറ്റീവുകൾ കണ്ടതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ സബ്ട്രാക്ട് ചെയ്താലും മതി. 2 ഫംഗ്ഷൻ സബ്ട്രാക്ട് ചെയ്ത് ഡെറിവേറ്റീവ് കാണുന്നതിന് പകരം ഡെറിവേറ്റീവുകൾ കണ്ടുപിടിക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ അവിടെ തന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾക്കിപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാണ് ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്താൽ മതി? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആലോചിക്കുക, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആലോചിക്കുക, രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് എഴുതി വെക്കുക. ഓക്കെ, അങ്ങനെ ഡെറിവേറ്റീവ് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. സെൻറ്ററിൽ പ്ലസ് വരികയാണെങ്കിലും മൈനസ് വരികയാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം. അടുത്തത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അതായത് 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതിന് പ്രത്യേക പേര് തന്നെ ഉണ്ട്. എന്താണ്? പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്ന കാര്യമാണ്. പ്രോഡക്റ്റ് വന്ന് ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ പ്രൊഡക്റ്റ് റൂൾ. പ്രൊഡക്റ്റ് റൂളിൻ്റെ ഫോർമാറ്റ് പറയുന്നത് എങ്ങനെയാണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മളിതിനെ ഇത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും ഇതിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും വിചാരിച്ചാൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഫോർമാറ്റ് എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഈ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്താൽ മതി? ഞാൻ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. പ്രൊഡക്റ്റ് റൂൾ പറയുന്നത് എന്താണ്? 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് വരുമ്പോൾ ഡെറിവേറ്റീവ് കാണാൻ പറയും. അപ്പോൾ മാത്രമാണ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. പ്രൊഡക്റ്റ് റൂൾ
അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ തന്നെ നിങ്ങളത് പഠിച്ചു വെക്കുക. അടുത്തത് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷൻ ഡിവൈഡ് ചെയ്ത് ഡെറിവേറ്റീവ് കാണുക. അങ്ങനെ കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് സ്ക്വയർ. ഇവിടെ നിങ്ങൾ ഒന്നുകൂടി ഇതിനെ സിമ്പിളാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഏത് കോഷ്യൻ്റ് എടുക്കുകയാണെങ്കിലും ഡിവൈഡഡ് ഫോമുകളുള്ള ഏത് കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിലും അതിന് ന്യൂമറേറ്ററും ഉണ്ടാവും ഡിനോമിനേറ്ററും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ ഞാൻ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞ് വിചാരിക്കുകയാണ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്നതിന് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതിയ എക്സ്പാൻഡഡ് ഫോമിനെ എങ്ങനെ പറയാം? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഏതാണോ എളുപ്പം വരുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ യുവും ഇവിടെ വിയും ഒക്കെ കൊടുത്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. യു ബൈ വി ഓൾ ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ രണ്ട് റൂളുകൾ നിർബന്ധമായും ഈ സെക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. കാരണം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ലേറ്റസ്റ്റ് ആയ ചോദ്യപേപ്പറുകളിൽ കയറി വരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ റൂളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് വെയിറ്റേജ് കൂടുതലാണ്. 3 മാർക്ക് വെയിറ്റേജ് വരെ വരാവുന്ന ചോദ്യങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ 2 മാർക്കിനും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് 3 മാർക്കോ അല്ലെങ്കിൽ 4 മാർക്കോ വെയിറ്റേജിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസുകൾ ചെയ്യാനുണ്ടാവുമെന്ന് ഞാൻ തൊട്ട് മുന്നേ പ്രതിപാദിച്ചു. ആ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് ഫോർമുലാസുകൾ ഓർമ്മയിൽ വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ആ ഫോർമുലാസുകൾ ഏതൊക്കെയാണ് നിങ്ങളുടെ ഓർമ്മയിൽ വരേണ്ടത് എന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ചെയ്ത് ഞാൻ എഴുതിയിരിക്കുകയാണ്. ആ ഫോർമുലാസുകൾ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോർമാറ്റ് കൂടി പഠിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് കൃത്യമായ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഫോർമുലാസുകളാണ് ഇപ്പോൾ നമ്മൾ ബോർഡിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഫോർമുല ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ, എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. എക്സ് എന്ന് പറയുന്നതിൻ്റെ പവറിൽ ഏത് നമ്പർ വരികയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് പറഞ്ഞ ആശയമാണ്. എക്സ് റേസ് ടു 100 ആണെങ്കിലും എക്സ് റേസ് ടു 50 ആണെങ്കിലും എക്സ് റേസ് ടു 1/2 ആണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാം. തൊട്ട് താഴെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ശരിക്കും ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസാണ് തൊട്ട് താഴെ ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷെ നിങ്ങളത് ഫോർമുലയായിട്ട് തന്നെ പഠിക്കുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ റൂട്ട് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിളോടെ തെളിയിച്ചു കഴിഞ്ഞു, 1/2 റൂട്ട് എക്സ് ആണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിളോടെ തെളിയിച്ചു, 2x ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ്, ഏത് കോൺസ്റ്റന്റിൻ്റെയും ഡെറിവേറ്റീവ് 0 ആയിരിക്കും. കോൺസ്റ്റന്റ് മാത്രം നിലനിൽക്കുകയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് 2x എന്ന് പറഞ്ഞ ഒരു ടേം തന്നു, അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. അതുള്ളത് കൊണ്ട് അത് മൊത്തം 0 ആണ് എന്നുള്ള അർത്ഥമല്ല. മൾട്ടിപ്ലിക്കേഷണൽ കോൺസ്റ്റന്റ് വരുമ്പോൾ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളതിൻ്റെ ഡെറിവേറ്റീവാണ് കാണുകയുള്ളൂ. പക്ഷേ കോൺസ്റ്റന്റ് മാത്രമായിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എല്ലായ്പ്പോഴും എന്താണ്? 0 ആയിരിക്കും. ഇപ്പോൾ 1/2 എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. 100 എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് മാത്രമാണ് നിലനിൽക്കുന്നതെങ്കിൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡെറിവേറ്റീവ് ഓഫ് 1/x തെളിയിച്ചു കഴിഞ്ഞതാണ്, -1/x². ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -sin x ആണ്. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത് sec²x ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിളിലൂടെ തെളിയിച്ചു കഴിഞ്ഞതാണ്. അതുപോലെ ഫസ്റ്റ് പ്രിൻസിപ്പിളിലൂടെ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അടുത്ത 3 എണ്ണം. ഡെറിവേറ്റീവ് ഓഫ് കൊസീക് എക്സ് എന്ന് പറയുന്നത് -cosec x cot x. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് എക്സ് എന്ന് പറയുന്നത് -cosec²x. ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സ് എന്ന് പറയുന്നത് sec x tan x എന്ന് പറഞ്ഞ കാര്യം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഐഡിയകളാണ് ഈ കിടക്കുന്നത്. ഫോർമുലാസുകൾ നിങ്ങൾ മസ്റ്റായി പഠിക്കുക. പ്രോഡക്റ്റ് റൂളും ക്വോഷ്യൻ റൂളും മസ്റ്റായിട്ട് പഠിക്കുക. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ 2 ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് വരികയും അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറയുകയും ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യും.
അതുപോലെ കോഷ്യൻ്റ് എന്ന് പറഞ്ഞ രീതിയിൽ, അതായത് ഡിവൈഡഡ് ഫോമിൽ വരുന്ന ഏത് ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഉപയോഗിക്കുന്നത് കോഷ്യൻ്റ് റൂൾ എന്ന് പറഞ്ഞ ആശയത്തിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റും അതിനോടൊപ്പം പഠിച്ചു വെക്കുക. പ്ലസ് ഈ ഫോർമുലാസുകൾ കൂടി നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൊഡക്റ്റ് റൂളിൻ്റെയും കോഷ്യൻ്റ് റൂളിൻ്റെയും ക്വസ്റ്റ്യൻസുകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നതിന് മുൻപേ ആയി നിങ്ങൾ ഈ ഫോർമുലാസുകളും അതുപോലെ തന്നെ 2 റൂളുകളും എക്സ്പാൻഡഡ് ഫോമുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.